ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവ് KPCCയുടെ പ്രസിഡന്റായിരുന്ന കെ സുധാകരന് അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി എത്രയോ വലുത്, ഞാൻ എത്രയോ ചെറുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, മന്ത്രിയാകാൻ താല്പര്യപ്പെട്ടിരുന്നു, അതിൽ ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് കിട്ടിയിരുന്നതാണ്. പക്ഷേ ഏറ്റവും അവസാനം ഒരു നേതാവ് ആ കാര്യത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. അത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധാകരൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അതൃപ്തി തുറന്നു പറയുകയാണ്. സുധാകരൻ ഓരോരാൾക്ക് ഓരോ പ്രകൃതമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് അവർ വെട്ടിത്തുറന്ന് ചില കാര്യങ്ങൾ പറയാം, അത് ചിലപ്പോൾ പറയും. പക്ഷേ ഉള്ളെടുത്ത പരമശുദ്ധമായിരിക്കും. ഞാൻ കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും ശുദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കണ്ണൂർ പോലുള്ള ഒരു സീറ്റിൽ അദ്ദേഹം എത്രയോ കാലം മത്സരിച്ച് MLA ആയതാണ്, കേരളത്തിലെ മന്ത്രിയായതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ മത്സരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഞങ്ങൾക്കതിനകത്ത് വളരെ ബുദ്ധിമുട്ടോടുകൂടി എടുക്കേണ്ട തീരുമാനമാണ് സുധാകരനെ മത്സരിക്കണ്ട എന്നുള്ള തീരുമാനം. ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ്. സുധാകരനെ പോലെ സീനിയറായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു നേതാവ് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് നിഷേധിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷെ ഞങ്ങളെ പ്രയാസം ഉണ്ടാക്കിയത് സുധാകരൻ ഇത് ആഗ്രഹിക്കുമ്പോൾ തന്നെ 3-4 MLA MP-മാർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചില സീറ്റുകളിൽ അവർ നിന്നാൽ നിഷ്പ്രയാസം ജയിക്കുന്ന ചില ടഫ് സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ എല്ലാം കൂടി ഒന്നിച്ചു വന്നാൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ 3-4 സ്ഥലങ്ങളിൽ MP-മാർ മത്സരിക്കുക, അവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പിന് പോവുക എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ വശങ്ങളും ആലോചിച്ച് ഈ കാര്യം തീരുമാനിച്ചത്. അത് സുധാകരനെ അറിയിക്കുകയും ചെയ്തത്. അതിൽ സുധാകരന് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ എന്ത് വിഷമം പ്രകടിപ്പിച്ചാലും ഒറ്റ വരിയിൽ അദ്ദേഹം എല്ലാം തീർത്തു. ആ മനസ്സിൻ്റെ ശുദ്ധി. കാരണം എനിക്കും മേലെയാണ് എൻ്റെ പ്രസ്ഥാനം. അത് നിങ്ങൾ ആ പ്രസ്താവനയല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എവിടെയെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജോലി ഇതാണല്ലോ. കണ്ണൂരിലെ CPM-ൽ നടന്ന സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത പൊട്ടിത്തെറി നിങ്ങൾ ഒരു ദിവസം ഇട്ട് കളഞ്ഞു. നിങ്ങളിപ്പോൾ എടുക്കുന്നേ ഇല്ല. അത് നിങ്ങൾ പിന്നെയും സുധാകരനെ പിടിച്ചുകൊണ്ടിരിക്കുക. 4 ദിവസം മുമ്പ് നടന്ന കാര്യം പിടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങൾക്കെതിരെ ഇത്രയും ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അദ്ദേഹം എടുത്ത നിലപാട് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇതിങ്ങനെ പറയുമെന്ന് വിചാരിച്ചതല്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, മന്ത്രിയാകാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഒരു നേതാവ് ഇതിന് തടസ്സം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം ഞാൻ അന്ന് ഡൽഹിയിലുള്ള ദിവസമായിരുന്നു. സുധാകരൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. സുധാകരൻ പുറത്തു വന്നിട്ട് പോലും ഇല്ലാതെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടി ഈ ഇൻഫർമേഷൻ സുധാകരൻ റബലായി മത്സരിക്കുന്നു?